UDF മന്ത്രിസഭയിൽ മുസ്ലിം ലീഗിന്റെ മന്ത്രിമാർ ആരെല്ലാം എന്നതിൽ ധാരണയായിട്ടുണ്ട്. PK കുഞ്ഞാലിക്കുട്ടിക്ക് വ്യവസായ വകുപ്പും ITയും തന്നെ ലഭിക്കും. N ഷംസുദ്ദീന് വിദ്യാഭ്യാസ വകുപ്പ് കിട്ടാനാണ് സാധ്യത. KM ഷാജിയും പാറക്കൽ അബ്ദുള്ളയും മന്ത്രിമാരാകും. അഞ്ചാം മന്ത്രി ഉണ്ടാവുകയാണെങ്കിൽ VE അബ്ദുൽ ഗഫൂറിനാണ് മുൻതൂക്കമുള്ളത്. മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിച്ചിരുന്ന PK ബഷീറിനെ ഒഴിവാക്കി. അഞ്ച് മന്ത്രിസ്ഥാനം ഉറപ്പിച്ചാണ് മുസ്ലിം ലീഗിന്റെ മുന്നൊരുക്കം. തിരുവനന്തപുരത്ത് പാണക്കാട് ഹാളിൽ ചേർന്ന യോഗത്തിൽ 5 പേർ ആരൊക്കെയെന്നതിൽ ലീഗ് ഏകദേശ ധാരണയിലുമെത്തി. ഉമ്മൻചാണ്ടി സർക്കാരിൽ വ്യവസായവും ITയും കൈകാര്യം ചെയ്ത PK കുഞ്ഞാലിക്കുട്ടി സതീശൻ സർക്കാരിലുമുണ്ടാകും. അതേ വകുപ്പുകളും തുടരാനാണ് സാധ്യത. മണ്ണാർക്കാട് MLA N ഷംസുദ്ദീനാണ് മന്ത്രിസ്ഥാനം ഉറപ്പിച്ച രണ്ടാമൻ. നീണ്ടുനിന്ന ചർച്ചകൾക്കൊടുവിൽ KM ഷാജിയെയും മന്ത്രിയാക്കാൻ ലീഗിൽ ധാരണയായി. കുറ്റ്യാടി MLA പാറക്കൽ അബ്ദുള്ളയും മന്ത്രിസ്ഥാനം ഉറപ്പിച്ചു. അഞ്ചാം മന്ത്രിസ്ഥാനം ലഭിച്ചാൽ കളമശ്ശേരി MLAയും മുൻമന്ത്രി VK ഇബ്രാഹിം കുഞ്ഞിന്റെ മകനുമായ VE അബ്ദുൽ ഗഫൂറിനാണ് മുൻതൂക്കം. മഞ്ചേശ്വരം MLA AKM അഷ്റഫും പരിഗണനയിലുണ്ട്. മലപ്പുറത്തു നിന്ന് മാത്രം 3 മന്ത്രിമാർ വേണോ എന്ന ചർച്ചയാണ് PK ബഷീറിന്റെ വഴിയടച്ചത്. ഉഭയകക്ഷി ചർച്ച കൂടി പൂർത്തിയായ ശേഷം രാത്രിയോ നാളെ രാവിലെയോ ലീഗ് മന്ത്രിമാരെ പ്രഖ്യാപിക്കും. നേതൃയോഗത്തിനു മുൻപ് നേതാക്കളെ കാണാൻ നിയുക്ത മുഖ്യമന്ത്രി VD സതീശൻ തിരുവനന്തപുരത്തെ പാണക്കാട് ഹാളിലെത്തി. മന്ത്രിമാരുടെ കാര്യത്തിൽ ലീഗുമായി തർക്കമുണ്ടാകില്ലെന്ന് VD സതീശൻ പറഞ്ഞു. ഞങ്ങൾ സഹോദര സംഘടനകളിലാണ്, ചേർത്ത് നിർത്തും. ഞങ്ങളുടെ ചില സ്ഥാനാർത്ഥികൾക്ക് അവർക്ക് മേധാവിത്വമുള്ള സ്ഥലത്ത് നമ്മൾ അറിഞ്ഞിട്ടില്ല, അതുകൊണ്ട് ജയിപ്പിച്ചും കൊണ്ട് വന്നു. ഞങ്ങൾക്ക് മേധാവിത്വമുള്ള സ്ഥലങ്ങളിൽ അവരുടെ ചില സ്ഥാനാർത്ഥികളുണ്ടായിരുന്നു. പരസ്പരം എല്ലാ കക്ഷികളും. അഞ്ചാം മന്ത്രി ഉണ്ടാകുമോ എന്ന് പട്ടിക വരുമ്പോൾ അറിയാമെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം. തീരുമാനമായാൽ നിങ്ങളോട് കൃത്യമായി പറയും. അതൊന്നും പറയാനുള്ള ഒരു സാഹചര്യം ഇപ്പോൾ ഇല്ല. എല്ലാ തീരുമാനങ്ങളും UDF തീരുമാനം വന്ന ശേഷം കൃത്യമായി നിങ്ങളെ അറിയിക്കും. വ്യവസായത്തിനു പുറമെ വിദ്യാഭ്യാസം, പൊതുമരാമത്ത്, തദ്ദേശം ഉൾപ്പെടെയുള്ള പ്രധാന വകുപ്പുകളാണ് ലീഗിന് കഴിഞ്ഞ തവണയുണ്ടായിരുന്നത്. വകുപ്പുകൾ വെച്ചുമാറുന്ന കാര്യത്തിലും ഉഭയകക്ഷി ചർച്ചയിൽ തീരുമാനമുണ്ടാകും. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.